മുത്തുമണിയെ ഞാൻ ആ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ ഒരു അലുവാ കഷ്ണമായിരിക്കുള്ള ഒരു 10 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് പറഞ്ഞല്ലോ നമ്മളെ തൃച്ചംബര അമ്പലത്തിന്റെ അടുത്തുനിന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രം മാറിയിട്ട് പറഞ്ഞിട്ട് ആ സ്ഥലത്താകുന്നത് ഇതാണ്, ഈ കാണുന്നതാണ്. പിന്നെ ഒന്ന് കാണല്ലേ, ഏതാണത്? ഈ സ്ഥലല്ല ഇപ്പൊ ഈ കാണുന്ന ഈ വണ്ടി നിർത്തിട്ടതോ? ആ കാണുന്ന തന്നെ. ഇത് കലക്കിട്ടോ പൊള്ളിച്ച് അലുവാ കഷ്ണം മാറിക്കണ്ടത് പറഞ്ഞ മാരിക്ക് കിടിലൻ സ്ഥലാണ്. അപ്പൊ ഈ സ്ഥലം വരുന്ന എവിടെ റേഞ്ച്? നമ്മളെ കണ്ണൂർ ജില്ലയില് കണ്ണൂർ ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ട് തളിപ്പറമ്പിലാട്ടോ. തളിപ്പറമ്പ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 10 സെന്റ് സ്ഥലം, അതിനകത്ത് ഒരു വീടിനുള്ള തറയൊക്കെ കെട്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലം. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇങ്ങോട്ട് പറയാൻ വരുന്നത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നവര് പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോട്ടോ. അപ്പൊ നിങ്ങളെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? എളുപ്പം പെടപ്പെടാറിന് വിളിച്ചോളി, വീട് സ്ഥലമൊക്കെ കൊടുക്കാണ്ടെങ്കിട്ടോ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോയൊക്കെ വരുന്നാല്. അപ്പൊ ഇതാക്കണ നമ്മൾ ഈ റോഡ് വരുന്ന നമ്മളെ തളിപ്പറമ്പ് ബസ് സ്റ്റോപ്പിന്റെ അവിടെ 2 കിലോമീറ്റർ മാത്രം ഇങ്ങോട്ട് വരുന്ന ദൂരട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോണത് നമ്മളെ വെള്ളച്ചായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ റോഡാട്ടോ. അപ്പൊ ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത്. നിങ്ങൾ നോക്കാൻ നിങ്ങൾ എന്താ സ്റ്റൈല് സ്ഥലം, നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലം. ഫ്രണ്ട് തന്നെ ഇതാക്കണ് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ആക്കണ്. അപ്പൊ ഇനി ഇതാ ഈ കാണുന്ന ഹലുവാ കഷ്ണം മാറ്റ സ്ഥലം ഒന്ന് പോയി കാണണ്ടേ. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് ഇതാ പ്ലോട്ടിക്ക് ഇങ്ങോട്ട് കൊണ്ടുപോയി നിർത്താട്ടോ. വലിയ വണ്ടിയോ ചെറിയ വണ്ടിയോ ഒക്കെ കൊണ്ടുപോയി നിർത്താൻ നല്ല സൗകര്യമാണ്, നല്ലൊരു സ്ഥലമാണ്. അടുത്തൊക്കെ ഇതാക്കണ ഇഷ്ടം പോലെ വീടുകളുണ്ടാവും. ഇതിപ്പോ പുതിയൊരു വീടിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കാണ്. വലിയ വീട് തന്നെയാണ് കേട്ടോ. കൊട്ടാരന്മാരുടെ വീടിന്റെ പണിയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കണ കേട്ടോ. അതിന്റെ അപ്പുറത്തൊക്കെ വലിയ വീടുകളുണ്ട്, വഴിയെ കാണിച്ചു തരാം. അപ്പൊ ഇതാക്കണ നമ്മളെ സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണട്ടോ. നല്ല നിരപ്പായ സ്ഥലമാണ് കേട്ടോ. അതിനകത്ത് ഇതാക്കണ ഒരു വീടിനുള്ള തറയെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി കാണട്ടോ. പിന്നെ നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെറും 12 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിയേ, വീടിനുള്ള തറ എന്ന് പറഞ്ഞാൽ വലിയ വീടിനുള്ള തറയാണ് ഇവർ കെട്ടിയിട്ടുള്ളത്. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിനുള്ള തറയാണ് കേട്ടോ ഈ കെട്ടിയിട്ടുള്ളത്. ഹാള്, അടുക്കള, 3 ബെഡ്റൂം, താഴെ 3 ബെഡ്റൂമും മേലെ 3 ബെഡ്റൂമും പ്ലാനിലുള്ളത്. ആ ഒരു പ്ലാനിലാണ് ഇപ്പൊ അവരുണ്ടാക്കിയിട്ടുള്ളത്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അതെ, 3 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ, ഡൈനിങ് ഹാൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടിനുള്ള 2 നില വീടിനുള്ള തറയാണ് ഇപ്പൊ ഈ കെട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ അടുത്തൊക്കെ വീടുകളുണ്ട്. അയൽവാസികളായിട്ട് ഇനി ഒരുപാട് താമസക്കാരുണ്ട്. അപ്പുറത്തെ വീട്ടിലൊക്കെ താമസമുള്ളതാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ വീടുകളുണ്ട്, അപ്പുറത്തോട്ടൊക്കെ വീടുകളുണ്ട്, ഇഷ്ടംപോലെ വീടുകളുണ്ട്. പിന്നെ തൊട്ടടുത്തൊക്കെ ഇതൊക്കെ ഓരോരുത്തർ എടുത്തിട്ട സ്ഥലങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ചായ തന്നെ ഫുള്ള് ആൾക്കാർ താമസിക്കുന്ന ആ ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ടാക്കുക വഴിയെ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് നമുക്ക് കണ്ണൂർ എയർപോർട്ടിലോട്ട് വെറും 35 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കേട്ടോ. നിങ്ങള് എന്താ പറയാ എയർപോർട്ട് വഴി വിദേശങ്ങളിൽ നിന്നൊക്കെയാണ് ഇപ്പൊ ഈ ഒരു സ്ഥലം കാണാനൊക്കെ വരുന്നുണ്ടെങ്കിൽ 35 കിലോമീറ്റർ ദൂരം വന്നാൽ മതി അല്ലേട്ടായേ. അപ്പൊ അത്രയ്ക്ക് അടുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് വഴിക്ക് നമ്മൾ ഈ ഒരു പറമ്പിന്റെ 2 സൈഡിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ കാര്യം, നമുക്ക് അപ്പുറത്തെ സൈഡിലും റോഡ് ഉണ്ട്. പറമ്പിന്റെ 2 സൈഡിലും റോഡ്. ഈ ഒരു ഭാഗത്ത് വേറെ മണ്ണ് റോഡാണ് കേട്ടോ ഈ ഭാഗത്തുള്ളത്. ഇത് അങ്ങോട്ട് വേറെ വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അടുത്ത കണ്ടില്ല അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ്. ഇത് ചിലപ്പോ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ പറയും ചിലപ്പോ ഇത് എന്താ പറയാ കുറെ ഉള്ളിലാണ്, കാട്ടിലാണെന്നൊക്കെ പറയും. ഒരു വിഷയമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരെ ഇപ്പൊ ലേഡീസ് ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കാണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇത് അയൽവാസികളായിട്ടുള്ള വീടുകളാണ് കൊടുക്കാനുള്ളത്. ഏറ്റവും ടോപ്പ് നല്ല പീസാണ് കൊടുക്കാനുള്ളത് കേട്ടോ. നല്ലൊരു പീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പീസ്. നമുക്ക് ടാറിംഗ് റോഡിന്റെ സൈഡിൽ ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് നമുക്ക്. അങ്ങോട്ടൊക്കെ ഉള്ള വീടുകളൊക്കെ കണ്ടില്ല നിങ്ങള്? അത്രയും സൗകര്യമുള്ള സ്ഥലമാണ് അത്. നല്ല ലക്ഷറി വലിയ വലിയ വീടുകളാണ് ആ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിനൊക്കെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ടോപ്പ് നല്ല പീസാണ്. കാരണം ഫ്രണ്ടിലുള്ള സ്ഥലമാണ്. ഏറ്റവും ഫ്രണ്ടില് ടാറിംഗ് റോഡ് വന്നിട്ട് കയറാനാണ് നമ്മളെ സ്ഥലം കേട്ടോ. അപ്പൊ വരും നമുക്ക് ഇനി ബാക്കി ഡീറ്റെയിൽ കാണാം. വെള്ളത്തിന്റെ സൗകര്യം എല്ലാം കാണണ്ടേ, കാണിച്ചു കൊടുക്കണം നമുക്ക്. എന്നാ വരും. പിന്നെ നമുക്ക് നമ്മളെ ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 1/2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നമ്മളെ തൃശ്ശമ്പലം ഇവിടെ 1/2 കിലോമീറ്റർ ദൂരേ ഉള്ളു കേട്ടോ. അതേപോലെ നമ്മൾ ഈ ടാറിംഗ് റോഡില്ലേ, ഇവിടുന്ന് 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട്. അതേപോലെ ചർച്ച്, എല്ലാ സൗകര്യവും നമുക്ക് ഓരോ കിലോമീറ്റർ
1 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ബാക്ക് സൈഡ് എന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങള് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് കേട്ടോ. നമ്മളെ പഞ്ചായത്ത് വരുന്നത് കുറുമാത്തൂർ പഞ്ചായത്തിലാണ് വരുന്നത്. അതേപോലെ നമുക്ക് വില്ലേജ് വരുന്നത് കുറുമാത്തൂർ വില്ലേജ് ആണ്. നമുക്ക് വെള്ളത്തിന്റെ സൗകര്യം കാണാൻ ബോർവെല്ലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പിന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സർ സെയ്ദ് കോളേജ് ഉണ്ട് അല്ലെ? ഫേമസ് കോളേജ് ആണ് സർ സെയ്ദ് കോളേജ്. അതേപോലെ ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തേക്ക് പോകാനൊക്കെ അത്രയ്ക്ക് 10 കിലോമീറ്റർ ദൂരം പോയാൽ മതി ട്ടോ. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇതാ ബോർവെല്ലുണ്ട്, അത് കാണിച്ചു തരാം. നല്ല വെള്ളമുള്ള ഇതാണ് കേട്ടോ, ബോർവെല്ലാണ് കേട്ടോ. 120 അടിയിൽ തന്നെ നല്ല വെള്ളം കിട്ടിയിട്ടുള്ളതാണ്. അതിൽക്കൂടെ കുറച്ച് ഒരു 30 അടിയും കൂടെ കൂട്ടി 150 അടി ആക്കി പറ്റാത്ത വെള്ളമുള്ളതാണ്. ഫുൾ ടൈം വെള്ളമുണ്ട് ഇതിനകത്ത്. ഇപ്പൊ മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കറണ്ടിന്റെ കണക്ഷനൊക്കെ ഇപ്പൊ നിലവിലുള്ളതാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഏറ്റവും അധികം നമ്മൾ എടുത്ത് പിന്നെയും പറയുന്നത് നമ്മളെ റോഡ് സൗകര്യമാണ്. അതുപോലെ തന്നെ ലെവല് പ്ലോട്ട്. നമ്മൾ ഈ സ്ഥലത്തിന് വെറും ചെറിയ പൈസ ചോദിക്കണുള്ളൂ. ടാറിങ് റോഡിന്റെ സൈഡിൽ മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്, കുറുമാത്തൂർ പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ്. അതിലൊക്കെ ഫുള്ള് ക്ലിയർ, ബൗണ്ടറി ഒക്കെ ഫുള്ള് ചുറ്റുഭാഗം കെട്ടി മതിലൊക്കെ ഇതാക്കണേ, ചുറ്റും ബൗണ്ടറി തിരിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാക്കണേ, ഒന്നും ബൗണ്ടറി എവിടെ മാറാനോ ഒന്നുമില്ല, നല്ല ക്ലിയറിൽ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. തെളിഞ്ഞ രണ്ട് സൈഡിലും റോഡ്, 2 സൈഡിലും റോഡ് ഉണ്ട്. കറണ്ടിന്റെ കണക്ഷൻ. ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരും. ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള തറയും, അതും വലിയ വീടിനുള്ള തറ, 2 നില വീടിനുള്ള തറയാണ്. താഴെ മേലെയും ആയിട്ട് മൊത്തം 6 ബെഡ്റൂം വരുന്ന വലിയ വീടിനുള്ള തറയാണ് കേട്ടോ. പിന്നെ തളിപ്പറമ്പ് ടൗണിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞിരേണ്ട കാര്യമില്ലല്ലോ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, അമ്പലം, പള്ളി, ചർച്ച്, സ്കൂള്, ഹോസ്പിറ്റലുകൾ, കോളേജുകൾ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നമുക്കൊരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജരാജേശ്വര ക്ഷേത്രത്തിലോട്ട് പറഞ്ഞ് 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. 1 കിലോമീറ്റർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മുസ്ലിം പള്ളി ഉണ്ട്, അതുപോലെ ചർച്ച്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അതിലങ്ങനെ നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളാണ്. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ്. അത് മാത്രല്ല അവിടെ വില്ല പ്രൊജക്ട് നടക്കുന്നുണ്ട്. നമ്മളെ കേരളത്തിലെ പ്രമുഖ സിനിമാ നടീന്റെ കീഴിലുള്ള ഒരു വില്ല പ്രൊജക്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കിക്കേ. ഇനി നടക്കുന്നത് റോഡിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് വേറെ ആൾക്കാർ എടുത്തിട്ട സ്ഥലമാണ്. അതിനകത്ത് നോക്കിയോ കപ്പ കൃഷിയും സംഭവങ്ങളൊക്കെ നല്ല മണ്ണുള്ള സ്ഥലം. തൊട്ട് ചാരിതാ ഇവിടെ ഫുള്ള് കശുമാവും തോട്ടമൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ കശുമാവും തോട്ടമാണ്. ഓരോരുത്തരും എടുത്തിട്ട സ്ഥലങ്ങളാണ് കേട്ടോ. എളുപ്പം എടുത്തിട്ടോളി, പെട്ടപ്പെട്ടേർന്ന് വിളിച്ച് എളുപ്പം എടുത്തിട്ടോളി. ഓണർ നമ്പറൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കും. പിന്നെ ഇത് ഓണർ ഇപ്പൊ വേറെ കാര്യം കൂടി നമ്മളോട് പറഞ്ഞില്ലായിരുന്നു, എക്സ്ചേഞ്ചിന്. എക്സ്ചേഞ്ചിന് അവർക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ ഒരു പ്ലോട്ടുമായിട്ട് കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും നല്ല സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ അവർ എക്സ്ചേഞ്ചിനും റെഡി ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കൃഷിസ്ഥലങ്ങൾ എവിടെയെങ്കിലും നമ്മളെ കണ്ണൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് കൃഷിസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം മതി, വേറെ ജില്ലയിലും വേണ്ടെന്നല്ല. കാസർഗോഡ് എവിടെയും വേണ്ട, വെറും ഈ കണ്ണൂർ ജില്ല മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ, വേറെ ഒരു ജില്ലയിലും അവർക്ക് താല്പര്യമില്ല. അതായത് എക്സ്ചേഞ്ചിന് താല്പര്യം. അതെ. അപ്പൊ നിങ്ങൾ കൃഷിസ്ഥലങ്ങളോ ഏതെങ്കിലുമൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളി. എക്സ്ചേഞ്ചിന് ഇവർ റെഡിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള റേറ്റ് ആട്ടോ ചോദിക്കുന്നത്. മൊത്തം 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ 10 സെന്റ് സ്ഥലവും ഈ ഒരു തറയും മൊത്തത്തിൽ ആണ് റേറ്റ് ചോദിക്കുന്നത്. മൊത്തം 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ നമ്പർ, ഇതിന്റെ ഓണർ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഓണറെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ നമ്പർ, സ്വർഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.